ഞാൻ വന്നിരിക്കുന്നത് പ്രേക്ഷകരെന്നെ തെരഞ്ഞെടുത്തതാണ്. അതാണ് ഞാനും അനീഷ് ചേട്ടൻ തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഇപ്പൊ മനസ്സിലാക്കാം. ഐ ആം റിയലി ഹാപ്പി ബിഗ് ബോസിനോട്, എന്റെ ഏഷ്യാനെറ്റിന്റെ പ്രേക്ഷകരോട്, എന്നെ സ്നേഹിച്ച എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അങ്ങനെ നെവിൻ തിരിച്ചെത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. നെഞ്ചത്ത് അടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ് ഇപ്പൊ നൂറയും ആദിലയും അനുമോളും. അയാൾ പോയതില്ലേ, പിന്നെന്തിനാ തിരിച്ചു കൊടുത്ത്? ഇത് ബിഗ് ബോസിന്റെ ഊളത്തരല്ലേ, പോയ ആളുകൾ കൊണ്ടുവരാൻ പോട്ടു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടൊരു മൂലയിൽ ഇരിക്കുന്നുണ്ട്. ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ആ ഒരു മൂലയിൽ ഒരു റൂമിന്റെ ഉള്ളിൽ മൂന്നും പേടെ ഭയങ്കര ചർച്ച. അപ്പുറത്ത് ഫുഡ് ഉണ്ടാക്കുന്ന ആളുകൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, വെറുതെ ചുമ്മാതിരുന്ന് കളിക്കുന്ന ആളുകൾ ചുമ്മാതിരുന്ന് കിടക്കുന്നുണ്ട് അങ്ങോട്ടും കൊണ്ട് എന്നുള്ളതാണ്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. എന്തായാലും നെഞ്ചത്ത് അടി കിട്ടിയതുപോലെ തന്നെ ഈ നൂറക്കും ആദിലേക്കും. നൂറയും ആദിലയും അതിൽ അനുമോളും ആണല്ലോ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ളത്. അനുമോള് ഗിസേലിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ തല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്നു. ആ ഒരു തല്ല് പരിഹരിക്കാൻ വേണ്ടി നെവിൻ ഇടപെടൽ നടത്തുന്നു. അതിനിടയിൽ കയറി ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് ആദില നൂറ കളിക്കുന്നു. ഈ ആദില നൂറ ഇപ്പോ ഒരൊറ്റ കണ്ടസ്റ്റന്റ് അല്ല കേട്ടോ, രണ്ട് കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ ഇപ്പോഴും ഒട്ടിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഒട്ടിക്കൊണ്ടിരിക്കാനല്ലേ ഇവരെ കൊണ്ട് പറ്റുള്ളത്, കൊണ്ട് അത് ഒട്ടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അതെന്തേലും ആവട്ടെ. ഇത് കഴിഞ്ഞ് നെവിൻ അകത്ത് വന്നപ്പോ അങ്ങ് ഞെട്ടിയോടോ. ആര്യനൊക്കെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. അയ്യോ വന്നോ, ഭയങ്കര സന്തോഷിച്ചിരിക്കുന്ന ആ സമയമാണല്ലോ. അപ്പൊ തിരിച്ചു വന്നപ്പോ സങ്കടമായി അവർക്ക്. അങ്ങനെ ആദിലും നൂറയും അനുമോൾ ഇരുന്നിട്ടുള്ള ഒരു ചർച്ച ഉണ്ട് പൊന്നു മക്കളെ. ആ ചർച്ച നിങ്ങളൊന്ന് കാണാൻ നല്ല രസാ. എന്റെ ഇവളുടെ വേറൊരു കേസുണ്ട്. കുറെ പേര് ഇവളുടെ കോളേജിൽ നിന്നാണെങ്കിലും വീട്ടുകാരാണെങ്കിലും പറയണ്ട അതിൽ എന്റെ ഉള്ളം കയ്യിലാണ് നൂറ് ഇരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കുക ഞാൻ ഭയങ്കര കൺട്രോൾ ചെയ്യുന്ന ഭയങ്കര അങ്ങനത്തെ ഒരു സംഗതിയാണ്. പക്ഷെ ഇവള് വേറൊരു വ്യക്തിയാണ്, ഞാൻ വേറൊരു വ്യക്തിയാണ്. നമ്മുടെ സ്നേഹത്തിന്റെ പുറത്ത് മാത്രമാണ് നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നതും ജീവിക്കുന്നതും. അല്ലാതെ ഒരാളെ കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ ആവണം, ഇന്നത് ഇടണം, ഇന്ന ആൾക്കാരുടെ കൂടെ നടക്കണം, ഇന്ന ആൾക്കാരോട് സംസാരിക്കാവൂ, അങ്ങനെ ഒരു കൺട്രോളിങ് സാധനമല്ല. അപ്പൊ എനിക്ക് അതൊന്നും കൂടെ ഒന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു അത് പ്രൂവ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാം മനസ്സിലാക്കി കേട്ടോ. എന്റെ ഭാവി ഭാര്യയാണ് ആ നൂറ എന്നാണ് അതിലെ പറഞ്ഞിട്ടുള്ളത്. അത് ബിഗ് ബോസിന്റെ അകത്താ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ തന്നെയാണ് ഇതിന് മുൻകൈ എടുത്തെന്നുള്ള കാര്യത്തിനുള്ള തെളിവുകൾ നിങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നൂറ ഒരു കുഴപ്പമില്ലാതെ പോയിരുന്നവരായിരിക്കാം. കാരണം ആദിലിയുടെ പെരുമാറ്റത്തിലും ആദിലിയുടെ സംസാരത്തിലും ബിഗ് ബോസിൽ അല്ലാതെയും നമുക്ക് മനസ്സിലായ ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളാണ് ശബ്ദം ഉയർത്തുന്നത്, അതുകൊണ്ട് നിങ്ങളാണ് ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് എന്നുള്ള ഒരു ധാരണ തെറ്റാണെന്നല്ല. തെറ്റല്ല, കറക്റ്റ് ധാരണയാണ്. ഞങ്ങൾക്കത് മനസ്സിലായി എന്നുള്ളതാണ്. ഇവിടെ പല ആളുകളും നൂറയും ആദിലയും പൂമ്പാറ്റകളും ബട്ടർഫ്ലൈസ് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാലാകമാര് ഭയങ്കര സപ്പോർട്ടാണ്. കുറെ റീൽസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു തെറ്റായ ധാരണയും കൊണ്ട് കൊടുത്തോണ്ടിരിക്കുക. ലെസ്ബിയൻ കപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ എന്തോ സംഭവമാണെന്നുള്ളത്. ഇതൊക്കെ കൊച്ചുകുട്ടികൾ കാണുന്നതാണ്. കൊച്ചുകുട്ടികൾ നാളെ എനിക്ക് ആണായി ജനിച്ചവൻ ആണിന് തന്നെ വേണം, പെണ്ണായി ജനിച്ചവൻ പെണ്ണിന് തന്നെ വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ എന്താടോ ഈ പ്രകൃതിയെ അത്രത്തോളം ചൂഷണം ചെയ്യാണ് നിങ്ങൾ എന്നുള്ള ഒരു പ്രകൃതി നിയമമുണ്ട്. അത് എന്തിനായാലും, സ്നേഹത്തിനാണെങ്കിലും സെക്സിനാണെങ്കിലും എന്തിനാണെങ്കിലും പ്രകൃതി നിയമമുണ്ട്. അതിന് വിരുദ്ധമായിട്ട് ഓരോ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ആദില തന്നെയാണ് നൂറയെ ചാടിച്ചു കൊണ്ടുവന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഈ ആദിലക്ക് താഴെ രണ്ട് പെൺകുട്ടികൾ, രണ്ട് അനിയത്തിമാരും അനിയനൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞേക്കുന്നു. അവരൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ തലയിൽ മുണ്ടിട്ട് നടക്കുന്ന അവസ്ഥയാവും ഇപ്പോ. ലക്ഷോപലക്ഷം ആളുകൾ, അമ്മമാര് അച്ഛന്മാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാ. അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇങ്ങനെയുള്ള ആളുകളൊന്നും ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യല്ലേ. കാരണം നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോഴാവും നിങ്ങളൊക്കെ അത് മനസ്സിലാക്കുക. അല്ലല്ലോ അണ്ണാക്കില് ഇട്ട് കൊടുത്താല് ഒരുത്തനും വന്ന് ഞാൻ എത്ര കൊടുത്താലും വീണ്ടും റിപ്പീറ്റ് ചെയ്യൂടി. ഒരു സംഗതി കൂടെ ഉണ്ട്. ഇവള് മിണ്ടൂല എന്ന് പറയും ആൾക്കാര്. ഇവളുടെ മുഖം വെച്ചിട്ട് ഞാൻ കരയുന്നത് കൊണ്ടാണോന്ന് എനിക്കറിയില്ല. കരയുന്നോണ്ടാ ആണോ? ഇവളുടെ വേറെ മുഖം കണ്ടിട്ടുണ്ടായിരുന്നു അന്നല്ലാതാ. ഇന്നലെ ഞാൻ നെവിന് ഇറങ്ങിപ്പോയ സമയത്ത് ഞാൻ കണ്ടായിരുന്നു. അതാണിത്. ആൾക്കാര് വിചാരം ഇവിടെ ഭയങ്കര സൈലന്റ് ആണ്. ഞാൻ അങ്ങനെ പാവം എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ട്. പക്ഷെ ഇവള് അന്ന് ഇവിടെ നിന്നോണ്ട് കണ്ടായിരുന്നു. അതെ, അപ്പൊ നൂറ ആരാണ്? നൂറ ഈസ് വെരി വെരി ഡേഞ്ചറസ് ആണ് എന്നാ പറയുന്നത്. ആ ശബ്ദം നിങ്ങൾ കേട്ടല്ലേ, എന്ത് ചീറിപ്പൊളിക്കലായിരുന്നടോ. ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഇവിടെ അടിച്ചുപോയി അമ്മാതിരി ചീറിപ്പൊളിക്കല്. പൊതുവെ ചില ആളുകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാദിച്ച് നിൽക്കാൻ കഴിയില്ലെങ്കിൽ ബഹളം വെക്കുന്ന ഒരു പരിപാടി. ഇപ്പൊ റന ഫാത്തിമ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി കലപില എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ആദിലയും തൊട്ടടുത്തിരുന്നിട്ട് കലപില എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ നെവിൻ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. സത്യം പറഞ്ഞ ബിഗ് ബോസിൽ ഒരു എന്റർടൈനർ ആയിട്ടുള്ള വ്യക്തി അദ്ദേഹം മാത്രമാണ്. നമുക്ക് നല്ല രസകരമായിട്ടുള്ള കുറെ മുഹൂർത്തങ്ങൾ നമുക്ക് ബിഗ് ബോസിലൂടെ കാണുന്ന അദ്ദേഹത്തിനെ കൊണ്ടാണ്. അദ്ദേഹത്തിനെ പുറത്താക്കി കഴിഞ്ഞാൽ ബിഗ് ബോസ് കാണുന്ന ആളുകളുടെ എണ്ണം കുറയും. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിനെ പുറത്താക്കിയിട്ടില്ല. ആദില, നൂറ ആൻഡ് അനുമോള് ഭയങ്കര പ്ലാനിങ് ആണ്. ഇപ്പൊ ആദിലയാണ് ഭർത്താവ് എന്നും നൂറയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലായില്ലേ. ഇതാണ് ബിഗ് ബോസ് കൊണ്ടുള്ള ഗുണം. പിന്നെ അനുമോള് അത്ര പുണ്യാളത്തിയൊന്നുമല്ല. അനുമോള് ഗിസേലിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നമാണ് ഇതിന് എല്ലാത്തിനും കാരണം. അനുമോൾക്ക് അറിഞ്ഞാൽ എന്താ അത് റിയൽ ആണ്, മറ്റുള്ള ആളുകൾ അറിയുമ്പോൾ എന്താ അത് ഫേക്ക് ആണ്. ഓക്കെ, നമുക്ക് കാണാം.
അതാണ് അവള് വേണ്ടാന്ന് വെച്ചിട്ടാ. ലൈക്ക് അതിന്റെ ആവശ്യമില്ല, എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല വെറുതെ. നമുക്ക് തോന്നിയാലല്ലേ നമുക്ക് എല്ലാത്തിലും പോയി ഇടപെടുക, അതിന് നമുക്ക് ആവശ്യമില്ലല്ലോ. അതെ, എല്ലാത്തിലും പോയിട്ട് ആവശ്യമില്ലാതെ ഇടപെടുന്നത് ശരിയൊന്നുമല്ല. പക്ഷെ എന്താണ് നൂറ എന്ന് കാണണ്ടേ? നൂറയുടെ ആ ഒരു കാണാം. എന്ത് വാടേ അത് ന്യായീകരിക്കല. ഇതൊക്കെ കാണുമ്പോ ആളുകൾ ഓ ഗെയിം മാന, ഇതാണ് ഗെയിം, നൂറയുടെ ഗെയിം ഒരു 1.5 ഗെയിം എന്ന് പറയും. അങ്ങനെങ്കിൽ 750 പോയിന്റ് കിട്ടാൻ കഴിയുന്ന ഒരു ചാൻസിനെ കളഞ്ഞ ഒരാളാണിത്. അത് എല്ലാവർക്കും അറിയാലോ. ഏതെങ്കിലും ഒരു ഫാമിലിയെ കൊണ്ടുവരാൻ അവസരം കൊടുക്കാൻ പറഞ്ഞപ്പോൾ സ്വന്തം ഫാമിലിയെ പോലും അവർ പ്രൊമോട്ട് ചെയ്തില്ല. കാരണം സ്വന്തം ഫാമിലി ഒന്നും വിളിച്ചാൽ വരൂല. സ്വന്തം ഫാമിലി തലയെ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അവർ ഇസ്ലാം സമുദായത്തിൽ നിന്ന ആളുകളാണ്. അവരുടെ മതത്തിൽ തന്നെ ഒരിക്കലും അത് അനുവദിക്കുന്ന ഒരു കാര്യം കൂടിയല്ല. അവർ അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിലാണ് അവരെ നാണം കെടുത്തുന്ന രീതിയിൽ അവർക്കൊക്കെ അന്യത്തിമാരെ കണ്ടെന്ന് പറഞ്ഞത്. അവരൊക്കെ കല്യാണം പോലും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര പരിതാപകരായിരിക്കും. അത്ര നാണം കെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ എണ്ണം. ഇപ്പൊ ആദില അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, എന്താണ് ഞാനൊക്കെ ശബ്ദം ഉയർത്തുന്നത് കൊണ്ട് ഞാൻ ആണ് എല്ലാത്തിനും കാരണക്കാരി, പക്ഷെ ഞാൻ മാത്രല്ല ഇവളുണ്ട് എന്ന് പറഞ്ഞില്ലേ. ശരിക്കും ആദില തന്നെയാണ് എല്ലാത്തിനും കാരണക്കാരി എന്ന് കാണിച്ചു തരാം. പാപ്പാടെ ഓവർ ബുദ്ധി കൊണ്ട് വേറൊരു ബോയ് ആയിട്ട് റിലേഷൻഷിപ്പ് ആവണ്ടെന്ന് കരുതിയിട്ട് പെണ്ണുങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നു എന്നെ കറക്റ്റ് കോളേജിൽ കൊണ്ടുപോയിട്ട്. അപ്പൊ എനിക്ക് അട്രാക്ഷൻ തോന്നിയില്ല കൊണ്ട് അവര് വിചാരിച്ചു ഞങ്ങൾ എല്ലാ വീട്ടിലും പാത്രം കഴിക്കായിരിക്കും ജീവിക്കുക, അല്ലെങ്കിൽ പാലാരിവട്ടം പാലത്തിന്റെ അടിയിലായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഇത്ര അധികം കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ബിഗ് ബോസിൽ ഞാൻ എന്റെ ഫ്യൂച്ചർ വൈഫുമായിട്ട് ഒരു സ്റ്റേജ് എന്റെ ഫ്യൂച്ചർ വൈഫുമായിട്ട് ഓക്കെ, ആരാണപ്പ ഭർത്താവ്? മനസ്സിലായില്ലേ? ആദില തന്നെ ആകാം ഒരു പക്ഷെ സ്കൂളിൽ പോയിട്ട് ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവും. കാരണം ആണുങ്ങളോട് അട്രാക്ഷൻ തോന്നാത്ത പെണ്ണുങ്ങളോട് അട്രാക്ഷൻ തോന്നുന്ന എന്നെ ആ സ്കൂളുകൾ, പെൺകുട്ടികൾ മാത്രമുള്ള സ്കൂളിൽ കൊണ്ടാക്കിയ വാപ്പ പൊട്ടനാണെന്നാ പറഞ്ഞേ. എന്റെ പൊന്നുപ്പ നിങ്ങൾ ക്ഷമിക്കണം. എന്താ ചെയ്യാ, ദുനിയാവിൽ ഓരോരോ മണ്ടത്തരങ്ങൾ സംഭവിക്കില്ലടക്ക്. അതൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലാണ് സംഭവിക്കാറ് എന്നുള്ളതാണ്. ആ ഉപ്പൊക്കെ എത്ര വിഷമം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? കഴുകനും കുറുക്കനും നരിക്കൊന്നും വിട്ടുകൊടുക്കാതെ പൊന്നുപോലെ നോക്കുന്ന നമ്മളെ മക്കള് നമ്മളെ കാർക്കിച്ച് തുപ്പിക്കൊണ്ട് ഇങ്ങനെ പോയിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ വീണ്ടും വീണ്ടും നാണം കെടുത്തുമ്പോ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോ സത്യത്തിൽ ആ ഉപ്പയും ഉമ്മയും ഒക്കെ എത്ര സങ്കടപ്പെടുന്നുണ്ടാവും. ഇതാണ് ആദിലയാണ് നൂറയെ അവിടെ നിന്ന് വളച്ചതെന്ന് മനസ്സിലായില്ലേ? നൂറയുടെ ലൈഫ് ഈ രീതിയിലേക്ക് ആവാൻ കാരണം ആരാന്ന് മനസ്സിലായില്ല. അതൊക്കെ ആദിലയാണെന്ന് അവർ സമ്മതിക്കേണ്ട കാര്യമല്ല. ബിഗ് ബോസിലൂടെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അവരെ പഴയ ഇന്റർവ്യൂകൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. രണ്ടുപേരും ഫാമിലിയെ നല്ല രീതിയിൽ ക്രൂശിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ബിഗ് ബോസിൽ നിൽക്കണോ നിൽക്കണ്ടേ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഇവിടെയുള്ള ലക്ഷോപലക്ഷം അമ്മമാരാണ്, അല്ലെങ്കിൽ അച്ഛന്മാരാണ്, രക്ഷിതാക്കന്മാരാണ് എന്നുള്ളതാണ്. ഇപ്പൊ കുറെ ന്യൂ ജനറേഷൻ കുറെ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവരങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നാളെ നമ്മളെ വീട്ടിൽ നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാവും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെക്കാൾ കൂടുതൽ ഒരുപാട് ലോകവിവരമുള്ള ഒരുപാട് അമ്മച്ചിമാര് അച്ഛന്മാരൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ട്. അവര് തീരുമാനിച്ചാൽ മാത്രം മതി ആര് നിൽക്കും ആര് നിൽക്കണ്ട എന്നുള്ളത്. അടുത്ത ക്ലിപ്പ് നമുക്ക് കാണാം. ആദിലയും നൂറയും എന്ത് ചെയ്യണം എന്നാണ് നെവിൻ അനീഷും പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത്. ആദില നൂറ തീർച്ചയായിട്ടും വിശ്വസിക്കാനായിട്ടേ പറ്റുന്നില്ല നമുക്കിപ്പം. അതെ, ഇപ്പം രണ്ടറ്റത്തേക്കായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരുന്നു. ഇനി ഒരെണ്ണത്തിൽ ഏഴടി അങ്ങോട്ടേക്ക് ദൂരെ കളയുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഒരാഴ്ച അവർ മിണ്ടാതിരിക്കണം. ആവശ്യത്തിനും അനാവശ്യത്തിനും അവർ മിണ്ടിക്കൊണ്ടേയിരിക്കുന്നു. അത് പാടില്ല. ആവശ്യത്തിന് മാത്രം സംസാരിച്ചാൽ മതി. ഒരാളെ എടുത്ത് അങ്ങോട്ടേക്ക് പുറത്തേക്ക് കളഞ്ഞാൽ മതി, ഡേറ്റിന് പുറത്തേക്ക്. അപ്പോൾ ഒരാളുടെ ആവശ്യത്തിന് ആവശ്യമുള്ള മിണ്ടായിട്ട് അങ്ങനെ നിൽക്കും. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു നോക്കും. ഇത് രാജതന്ത്രം, നരിതന്ത്രമല്ല. പക്ഷെ അത് പ്രേക്ഷകർക്ക് ഇഷ്ടമാവോ ഇഷ്ടമാവില്ല എന്ന് നമുക്കറിയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ചെയ്യാം, നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്യാം, പ്രേക്ഷകർ ചെയ്യാനുള്ള പ്രേക്ഷകർ ചെയ്യും. ഓക്കെ, ആദിലയും നൂറയും പിരിക്കണം എന്നുള്ളൊരു സാധനമാണ് പറയുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് താല്പര്യം ഉള്ളതുണ്ടോ താല്പര്യം ഇല്ലാത്തതുണ്ടോ, പക്ഷെ ഇതൊന്നും ഗെയിമായിട്ട് ഇവരാരും കാണില്ല കേട്ടോ. നേരെ തിരിച്ച് അവരിങ്ങോട്ട് കാണിച്ചതൊക്കെ ഗെയിമും ഇവരെ വേർതിരിക്കണം എന്ന് പറയുന്നത് ഗെയിം അല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് അന്ധമായിട്ടുള്ള ഒരു സ്നേഹം അങ്ങോട്ട് വീഴുകയാണ് അങ്ങോട്ട്. അതാണ് ഫാൻസോളികളുടെ പ്രത്യേകത. ഓക്കെ, നമുക്ക് ആ വിഷയത്തിൽ നിന്ന് മാറി നേരെ അനുമോള് കാരണമാണല്ലോ ഗിസേല് കരയുന്നതും അതേപോലെ തന്നെ നെവിൻ പുറത്താവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നതും. എന്നാൽ അനുമോള് ഗിസേല് കരഞ്ഞതിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. എന്റെ പൊന്നുമക്കളെ, അനുമോള് കരഞ്ഞാൽ എന്താണ് റിയല് കാണാം. എനിക്ക് ഇവളെ പോലെ കള്ളക്കണ്ണീര് ഒരു കരയുവാ, അങ്ങോട്ട് നോക്കി കള്ളക്കരച്ചറിയോ, അതിൽ വീഴും എല്ലാവരും. ഇവള് ഇത്രയും കിടന്ന് അഭിനയിക്കുന്നതുണ്ടോ നീ? കരയുന്നു, കരഞ്ഞു മെഴുകുന്നു. പുതിയ ഗ്യാങ് ആണ് അവിടെ, പുതിയ ഗ്യാങ് ഇറങ്ങിയിട്ടുണ്ട് മക്കളെ.
ഗിസേൽ എന്തുകൊണ്ടാ കരഞ്ഞതെന്ന് ജനങ്ങൾക്ക് അറിയാം. ഇനിയിപ്പോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ. ശരിക്ക് അനുമോൾ എന്താ ചെയ്തതെന്ന് കണ്ടോ. I'm already mentally tired since yesterday. I don't want to do anything. അവളുടെ എല്ലാ പാത്രം കഴുകി. അവൾ ഒരു പണിയും ഇന്നലെ ചെയ്യില്ല. ഞാനാണ് എല്ലാവർക്കും വേണ്ടി അവളുടെ പണി ചെയ്ത. ഞാൻ അവളുടെ ആഹാരമെല്ലാം ഞാനാണ് ഇന്നലെ രാത്രി ഉണ്ടാക്കിയത്. എന്നെ വന്നിട്ട് ഒരു മേക്കപ്പിനെ പറ്റി അറ്റാക്ക് ചെയ്ത് മതിയായിപ്പോ. എനിക്ക് ഇവിടെ പോലെ കള്ളക്കണ്ണീര് ഒരു കിടന്നു കരയുവാ. നോക്കി കള്ളക്കറിയോ അതിന് വീഴും എല്ലാവരും. ഇവള് ഇത്രയും കിടന്ന് അഭിനയിക്കുന്നുണ്ടോ? കരഞ്ഞു മെഴുകുന്നു. അനുമോള് കരയുമ്പോ എന്താണെന്നറിയോ? അനുമോള് കരയുമ്പോ ഭയങ്കര റിയാലിറ്റി ഒറിജിനൽ കരച്ചിലാണ്. മറ്റുള്ള ആളുകൾ കരയുമ്പോ അത് ഒറിജിനൽ അല്ല എന്നാണ് പറയുന്നത്. അനുമോളെ കരച്ചിൽ കൊണ്ട് പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങളെ ആളുകൾക്ക് താല്പര്യം തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കുറെ അമ്മച്ചിമാർ ഇത് കാണുന്നുണ്ട്. ആ അമ്മച്ചിമാർക്ക് മനസ്സലിയാണ്. ആ മനസ്സലിവ് കൊണ്ടാണ് പാവം കരയി നോക്കുക എന്ന് പറഞ്ഞിട്ട്. അതേപോലെ അവിടെ രേണുസുതി നിൽക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണെന്നുള്ളത്. പക്ഷെ ഇപ്പൊ കുറെ ആൾക്കാർക്ക് വെറുപ്പ് തോന്നുന്നത് എന്തോട്ടെ. ഗിസേലിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് തിരിച്ച് അങ്ങോട്ടും തള്ളി. അതിന്റെ ഇടയിൽ അവർക്ക് ഉണ്ടായ ഒരു വിഷമം അവർ കരഞ്ഞു തീർക്കുന്നു. അനുമോൾക്ക് എപ്പോഴും കരയാ. ഗിസേലിനെ പോലെയുള്ള ആരെങ്കിലൊക്കെ ഒന്ന് കരഞ്ഞ വലിയ പ്രശ്നമാണ്. ഇപ്പൊ ആളുകൾ കാണുന്നുണ്ട് അനുമോളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഗിസേലിന്റെ ഫാമിലിയിൽ ഒരു മരണം ഉണ്ടായിട്ട് അതിന്റെ സങ്കടത്തിലാണ് ഇപ്പൊ ആള് ഇപ്പോഴും കൺഫ്യൂഷൻ റൂമിന്റെ ആ ഒരു വരാന്തയിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം വിഷമത്തിലാണ് അവരവിടെ നിൽക്കുന്നത്. അതേപോലെ നെവിൻ തിരിച്ചു വന്നപ്പോൾ നൂറയും ആദിലയും അനുമോളും ഒരു റൂമിനകത്ത് അടച്ചിരുന്ന് പ്ലാനിങ് ആണ്. ഭയങ്കര പ്ലാനിങ് ആണ്. സത്യത്തിൽ ഇപ്പൊ ഒരു കുശുമ്പ് പരിപാടിയായിട്ട് മാറുന്നുണ്ട്. ഒരു കുടുംബശ്രീ പരിപാടിയൊക്കെ പോലെ ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്ന ആളുകൾ കമന്റ് ആയിട്ട്. അപ്പൊ നെവിൻ അകത്ത് വന്നു. നെവിന്റെ ഗെയിം ഇനി കാണാൻ കിടക്കുന്നുള്ളൂ. നെവിൻ 1.5 പ്ലാനായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയ ഗ്യാങ്ങുകൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അത് വീഡിയോ ആയിട്ട് വരാം. അതുവരെ സന്ദീപ് പോൾ സൈനിങ് ഓഫ്.